മനു ജോസഫ് ജെയിംസിന്റെ ബർത്ത്ഡേ പാർട്ടിയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊക്കെ അറിയാവുന്ന തന്നെ മനുവിനെ പറ്റി ഒരു 3-4 വാക്ക് പറയണമെന്നാണ് അനു എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ 2009 തൊട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ആദ്യമായിട്ട് മനുവിടെ വരുമ്പോൾ ഞാൻ ഒരുപാട് ഹെൽപ്പ് മനു ചെയ്തിട്ടുണ്ട്. മനു ഒന്നും ഓർത്തിരിപ്പില്ലെന്നാണ് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എങ്കിലും പേഴ്സണലി പറയുമ്പോഴത്തേക്ക് മനുവിന് 50 വയസ്സായെന്ന് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു 35, 36 ഒക്കെ എത്തി കാണുകയെന്നായിരുന്നു. പുള്ളി അതുപോലെയൊക്കെ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പക്വത ആയിട്ട് പുള്ളി അങ്ങ് മാറിയെന്ന് എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായി. എന്നാലും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന മനു ഒരു 35കാരനാണെന്നാണ്. അനു ഒരു 32. അപ്പം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ആളുടെ 50ആണ്. ആദ്യത്തെ ആള് ചെറുച്ചേട്ടനാ കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുവാണ്. ചെറുച്ചേട്ടൻ 50 കഴിഞ്ഞ് 52ആയി, മനുവിന് 50ആയി. അപ്പം വ്യക്തിപരമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മനുവിന് 50ആയെന്നുള്ളത്. മനുവിന് 50ആയിട്ടുണ്ടെങ്കിൽ അത്ര ആയിട്ടില്ല. പുള്ളിയുടെ ജോലിയോർക്കും പുള്ളിയുടെ ആ ഒരു പ്രസരിപ്പും ഒക്കെ നോക്കുമ്പം ഒരു 40-41 ഞാനും പുള്ളിയായിട്ട് 5 വയസ്സിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ 5 വയസ്സ് ഇളയതാ പുള്ളിനെ കഴിഞ്ഞു. ഒരു 41 അതികൂടുതൽ കാണത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട 2-3 ആൾക്കാരുണ്ട്. മനുവിന്റെ അനിയൻ ബാലു, ദിവ്യ, പിള്ളേര്, ഐറിസ് അനൈന എല്ലാവരും കൂടി ഉണ്ട്. അതുപോലെ ജോബിൻ, പിങ്കി ഫാമിലി അവര് വന്നിട്ടുണ്ട്. അവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്വാഗതം. പരിപാടിയിലോട്ട് ഞങ്ങളുടെ പരിപാടിയാണ്, ഇത് മനുവിന്റെ അല്ല, ഞങ്ങളുടെ പരിപാടിയാണ്. അതുപോലെ നമ്മുടെ രംഗണ്ണൻ ആണെന്നും പറഞ്ഞ് 2 ദിവസമായിട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ട്. അതുപോലെ പുള്ളി പുറത്ത് വന്ന് കുത്തിയിരിപ്പുണ്ട്. രംഗണ്ണനെ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട്. ഇടയ്ക്ക് പുള്ളി എന്നോട് പറഞ്ഞു അമ്പാനെ രംഗണ്ണനെ വിളിക്കാൻ പറഞ്ഞു. എന്നെ അമ്പാനൂടെ ആക്കി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഏറ്റെടുത്തേക്കാം, എനിക്ക് പ്രശ്നമില്ല. അപ്പം സൈബി എന്നാ പിന്നെ രംഗണ്ണനെ വിളിക്കും, പുള്ളിക്ക് സന്തോഷമായിക്കോട്ടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏറ്റു നിന്ന് നല്ലൊരു കയ്യടിയോ അല്ലെങ്കിൽ കൂവിച്ചിയോ കാർച്ചിയോ അല്ലെങ്കിൽ ചിരിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മുടെ രംഗണ്ണനെ ഇങ്ങോട്ട് സ്വീകരിക്കാം.